ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അമ്മു സഷസൽഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഡ്രോയിങ് ബുക്ക് പാർട്ട് 3 വീഡിയോ ആയിട്ടാണ്. സോ അപ്പോൾ കുറേ നാളെ ഞാൻ ഈ ഡ്രോയിങ് ബുക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ ഇതെൻ്റെ ആദ്യത്തെ ഡ്രോയിങ് ബുക്കാണ്. വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, പക്ഷെ അത് മിസ്സായിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന്. അപ്പം ഇത് ഞാൻ ഏകദേശം ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ഡ്രോയിങ് ബുക്കാണ്. അന്ന് ഞാൻ ഡ്രോയിങ് പഠിക്കാനായിട്ട് ഒരു 2 മാസം പോയിട്ടുണ്ടായിരുന്നു. ബട്ട് അത് കഴിഞ്ഞിട്ട് മഴക്കാലമൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ 2 മാസത്തെ പടങ്ങൾ ഇതിൻ്റെ അകത്തില്ല. എൻ്റെ കയ്യിൽ വേറെ ബുക്ക് ഉണ്ടായിരുന്നു, അത് മിസ്സായിപ്പോയി. സോ അതുകൊണ്ട് ഈ ഒരു ബുക്കാണ് ആകെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ അത് ഫുൾ പൊട്ടത്തരമായിട്ടുള്ള പിക്ചേഴ്സാണ്. ഞാൻ മര്യാദക്കൊന്നും വരയ്ക്കില്ലായിരുന്നു. അന്നത്തെ ഡ്രോയിങ്സ് ഒക്കെ കാണുമ്പോൾ ഇരുന്ന് ചിരിക്കലുണ്ട് ഞാൻ. അപ്പം ഞാൻ എന്തായാലും ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ ഇതാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ഏതായിരിക്കും വരച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. ഇതാണ് കേട്ടോ ഞാൻ വരച്ചത്. ഇത് സാറ് വരച്ച് തരുന്നതാണ്. ഇങ്ങനെയാണ് കേട്ടോ വരയ്ക്കില്ല. സാറ് വരച്ച് തരും, അത് നോക്കിയിട്ട് നമ്മൾ വരയ്ക്കണം. അപ്പം മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നിട്ട് ഞാൻ അതൊന്നും ഈ ചെവി വഴി കേട്ടിട്ട് ഈ ചെവി വഴി വിടലാണ് എൻ്റെ പണി. അതുകൊണ്ട് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ പിന്നെ നിർത്തിയും പോയി. നെക്സ്റ്റ് ഇലയാണ്. അല്ലേ, ഒരു ഇല പോലും മര്യാദക്ക് ഞാൻ വരയ്ക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഇല കണ്ടിട്ട് മാമ്പഴം പോലെ ഉണ്ട്. ഞാൻ ഈ ബുക്കിൽ വരച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിക്കാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഗേസ്, ഇത് സാറ് വരച്ചതാണ്, ഇത് ഞാൻ വരച്ചതാണ്. ഗേസ്, ഇതെങ്ങനെയുണ്ട്? അടിപൊളി അയച്ചില്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം എന്താണെന്നറിയില്ല. കാണാൻ നല്ല കോമഡി അയച്ചിട്ടുണ്ടെങ്കിലും എനിക്കിത് കാണുമ്പോൾ എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ട പിക്കാണത്. അടുത്തതായിട്ടുള്ളത് ഒരു എലീനെ കാണിച്ചു തരാം. ഇതെനിക്ക് തോന്നുന്നു കുറച്ച് ബെറ്റർ ആയിട്ടുള്ള പിക്കാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ആപ്പിളാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയല്ല ആപ്പിൾ വരച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് കറക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ വരച്ചാൽ ഭയങ്കര ലൈറ്റായിട്ടായിരിക്കും, ബട്ട് കറക്ഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പിക്കാണ് കേട്ടോ ഇത്. ചിലതൊക്കെ കറക്ഷൻസ് ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ എനിക്ക് പറഞ്ഞു തരിക ചെയ്യാം. മെഴുകുതിരിയാണ്. ആദ്യം വരച്ചിട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല, ചരിഞ്ഞു പോയി. അപ്പം എന്നോട് വീണ്ടും വരയ്ക്കാൻ പറഞ്ഞ് ഞാൻ നേരെ ഒരെണ്ണം വരച്ച് കാണിച്ചതാണ്. ഇതൊക്കെ എനിക്ക് നല്ല രീതിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അവിടെ പോയി വരയ്ക്കാനിരിക്കുന്നതും പിന്നെ ഓരോ പിക്ചറിനെ കുറിച്ചിട്ട് ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ചില ദിവസം വരച്ച് തരില്ല, നമ്മളോട് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു പിക്ക് വരയ്ക്കാനായിട്ട് പറയും. അങ്ങനെ ഇരുന്നപ്പോൾ വരച്ചതാണ് കേട്ടോ ഇത്. ഒരു കുട്ടീനെ ഞാൻ കുടയിൽ കയറ്റിയില്ല കേട്ടോ, ഒരു കുട്ടീനെ ഞാൻ മഴയത്ത് നിർത്തി. പിന്നുള്ളത് ഒരു സിംഹമാണ്. അതും സാറ് കറക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതിനങ്ങനെ കാണാനായിട്ടുള്ളത്. പിന്നെ ഫ്ലവറാണ്. അപ്പം ഇതിലേത് പിക്കാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിലെല്ലാ പിക്ചേഴ്സൊന്നും ഇല്ല, കണ്ടില്ലേ? ചില പേജൊക്കെ ഞാൻ കീറി കളഞ്ഞുകൊണ്ടാണ് ഞാൻ വരച്ചതില്ലാത്തത്. ഞാൻ ചിലതൊക്കെ കീറിതാ ഈ പേജൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്തു. അതുകൊണ്ട് എല്ലാം ഒന്നും ഇതിൻ്റെ അകത്തില്ല. അടുത്തതായിട്ടുള്ളത് ഈ ഒരു കിളിയുടെ പിക്കാണ്. ഈ ബുക്കിലെ ഫസ്റ്റ് ഡ്രോയിങ് ഞാൻ കാണിച്ചു തരാം. ഒരു വഴുതനങ്ങയായിരുന്നു. വഴുതനങ്ങ അല്ല ഇതിന് പറയുക. അപ്പം ഇതിലെ മുകളിലത്തെ ഏറ്റവും ടോപ്പിലുള്ളതാണ് സാറ് വരച്ചിട്ടുണ്ടായത്. താഴത്തോട്ടൊക്കെ ഉള്ളത് ഞാനായിട്ട് വരച്ചതാണ്. പിന്നെ കുറച്ച് കറക്ഷൻസൊക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡായിട്ട് ഈ ഒരു ഫിഷിൻ്റെ പിക്കാണ്. ഇതെനിക്ക് തോന്നുന്നു ബെറ്റർ ആയിട്ടുണ്ട്, കുറച്ച് കറക്ഷൻ ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ കറക്ഷൻസ് ചെയ്യുമായിരുന്നു, പിന്നെ എനിക്ക് കറക്ഷൻസ് പറഞ്ഞു തരാൻ ചെയ്യാം. പക്ഷെ ഞാനത് ഇപ്പുറത്തെ ചെവി വഴി കളയണമുണ്ട്, എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് കണ്ടില്ലേ, ഇടയ്ക്ക് നമ്മളോട് തനിയെ ഓരോ പിക്ക് വരച്ചിട്ട് വരാൻ പറയും. അപ്പം ഞാൻ വരച്ച പിക്കാണിത്. അടുത്തതായിട്ട് ഈ ഒരു പിക്കാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ ഏതാണെന്നുള്ളത്. ഒരു ആനക്കുട്ടീനെ കിട്ടി ഗൈസ്. ചെറിയതായിട്ട് ആനക്കുട്ടിയൊക്കെ ആയിട്ട് എൻ്റെ തോന്നുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എല്ലാം ഞാൻ കാണിച്ചു തരുന്നില്ല കേട്ടോ നിങ്ങളെ. കുറച്ച് കൂട്ടത്തിൽ ഇച്ചിരി വൃത്തിയുള്ളത് മാത്രമേ നിങ്ങൾ കാണിച്ചു തരുന്നുള്ളൂ. ഒരു പൂച്ചയാണ്. എൻ്റെ കുറച്ച് കണ്ടം പൂച്ചനെ പോലെ ഉണ്ട്. പിന്നെ ഒരു കാറാണ്. സോ അപ്പോൾ ഇത് ഞാൻ വരച്ചേതാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്തായാലും. സോ അതുകൊണ്ടാണ്.
അപ്പം ഇതൊക്കെയാണ് ഇതിലെ പിക്ക്. വേറെ കാണിക്കാനായിട്ട് ഇതാ ഒരു പുഴുവിൻ്റെ, ഒരു ഇലയിൽ ഇരിക്കുന്ന ഒരു പുഴുവിൻ്റെ ഇതൊക്കെയാണ്. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, ഒരു തത്തമ്മ കാണിച്ചു തരാം. കണ്ടില്ല, ഇത് സാറ് വരച്ച്, അപ്പുറത്തെ ഞാൻ വരച്ചതാണ്. ഈ താഴെ ഞാൻ പൊത്തി പിടിച്ചെന്താ വെച്ചാൽ കുഞ്ഞിലെ എനിക്ക് പണി ഉണ്ടായിരുന്നു, ഇങ്ങനെ പേജസിൻ്റെ ഒക്കെ ബാക്കി ഇങ്ങനെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന പേജിലൊക്കെ ഞാൻ തന്നെ പാട്ടുണ്ടാക്കിയിട്ട് എഴുതൽ. അങ്ങനെ ഞാൻ എഴുതിയൊരു പാട്ടാണ് ഗേസ് ഇവിടെ ഉള്ളത്. അതാണ് ഞാൻ പൊത്തി പിടിച്ച് കാണിക്കുന്നത്. അപ്പം എന്താണ് ഈ തത്തമ്മേനെ കുറിച്ചിട്ടുള്ളൊരു പാട്ടാണ് ഞാൻ എഴുതിയത്. അത് ഞാൻ ഇടയ്ക്കിരുന്ന് വായിച്ചിട്ട് ചിരിക്കാറുണ്ട്. സോ അപ്പോൾ എന്തായാലും അത് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. അടുത്തായിട്ടൊരു കാക്കയാണ്. എൻ്റെ കാക്കയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് ഗേസ്. പിന്നുള്ളത് ഇത് നമ്മളോട് തനിയെ വരച്ചിട്ട് വരാൻ പറഞ്ഞപ്പോൾ വരച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞാണ്. ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടിയും. അടുത്തതയച്ച് ഒരു 2 ബട്ടർഫ്ലൈസ്. എൻ്റെ വലിയ കുഴപ്പമില്ല, ബട്ടർഫ്ലൈ ഒക്കെ അയച്ച് തോന്നുന്നുണ്ട്. കുറച്ചൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ലതായിരുന്നു എന്ന് തോന്നാറുണ്ട്. ഒരു പിക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ മുടിയാണ് ഗൈസ് സീനായിട്ടുള്ളത്. എൻ്റെ മുടി കണ്ടില്ലേ, കുന്തം പോലെ നിൽപ്പുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. ഒരു കോഴിക്കുട്ടീനെയും കൂടി കാണിച്ചു തരാം. ചിലതിലൊക്കെ കറക്ഷൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് കോഴിയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് ഇതൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഞാൻ ഈ ബുക്കിൽ കാണിച്ചു തരുന്നുള്ളൂ. എന്താ വെച്ചാൽ ബാക്കിയൊക്കെ ഫുൾ കോമഡിയാണ്. വെറുതെ നിങ്ങളെ എന്തിനാണ് അതൊക്കെ എനിക്കെന്തോ കാണിക്കാൻ തോന്നുന്നില്ല. അങ്ങനത്തെ കുറേ പൊട്ട പിക്കുണ്ട്, അതൊന്നും ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നില്ല. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.